ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മുറ എന്ന മൂവിയാണ്. 21 വയസ്സുള്ള 4 പയ്യന്മാർ ചേർന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നും കോടികൾ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രമ എന്ന് പറയുന്ന സ്ത്രീയാണ്. അത്യാവശ്യം ഗുണ്ടായിസോ എല്ലാം കയ്യിലുള്ളൊരു സ്ത്രീയായിരുന്നു ഇത്. നാട്ടിൽ കുറെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ മറവിൽ അവർ പല കള്ളക്കടത്തുകളും നടത്തുന്നുണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ മകൻ വരുമെന്ന് പറഞ്ഞ കാരണം അവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ അവരുടെ മകൻ അവിടെ എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ രണ്ടുപേർ ചേർന്നിട്ട് ഇവരെ ആക്രമിക്കുന്നു. അവരുടെ വയറ്റിൽ കത്തിക്കൊണ്ട് കുത്തിയ ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവരുടെ മകനും കൂട്ടുകാരും വന്നപ്പോഴേക്കും അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. നാട്ടിലെ ചൊക്ലി എന്ന് പറയുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാളാകട്ടെ കുറച്ച് പിള്ളേരെയും കൂട്ടിയിട്ട് അവിടെയുള്ളൊരു ഫിനാൻസ് സ്ഥാപനം അടിച്ചു തകർക്കാൻ പോവുകയാണ്. ഈ രമയുടെ വലങ്കൈയായ അനി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടാണ് ഇവരിതെല്ലാം തന്നെ ചെയ്യുന്നത്. എന്നാൽ പോലീസുകാർ വന്നപ്പോഴേക്കും അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ആദ്യമായിട്ടായിരുന്നു അനന്തവും സംഘവും ഈ ഒരു പണിക്ക് ഇറങ്ങി തിരിച്ചിരുന്നത്. ഈ കാണിക്കുന്ന 4 പേരാണ് നമ്മുടെ മൂവിയിലെ നായകന്മാർ: അനന്തു, മനു, മനാഫ്, സജി. ഈ അനി വിളിപ്പിച്ച പ്രകാരം അവരെല്ലാവരും അന്ന് വൈകുന്നേരം ബാറിലേക്ക് പോകുന്നുണ്ട്. നാട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു അനി. അനിയുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഇയാളുടെ പേര് സുനി എന്നാണ്. ഫിനാൻസ് കമ്പനി അടിച്ചു തകർക്കുന്നതിനിടയിൽ കുറച്ചു പേർക്ക് പരിക്കേറ്റിരുന്നു. അതിന് കാരണക്കാരി ഈ 4 പയ്യന്മാരാണെന്ന് ഇവർ സംസാരിക്കുന്നുണ്ട്. അത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് അനി അവരോട് പറയുന്നു. ഞങ്ങൾ മനഃപൂർവ്വം പരിക്കേൽപ്പിച്ചതല്ല, ഇടയ്ക്ക് കയറി വന്നപ്പോൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളിയതിനിടയിൽ പറ്റിയതാണ്. എന്തായാലും ചൊക്ലിയുടെ കൂട്ടത്തിലേക്ക് വന്ന ഈ പിള്ളേരെ അനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ നിന്നിറങ്ങി എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. അനന്തുവിന്റെ വീട്ടിൽ അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കാരിയായിരുന്നു അവന്റെ അമ്മ. അനന്തു ഇങ്ങനെ സപ്ലിയൊന്നും എഴുതിയെടുക്കാതെ കറങ്ങി നടക്കുന്നതിന്റെ പേരിൽ അവനെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുന്നത് കേൾക്കാം. പിറ്റേന്ന് അനന്തു സംഘവും ചൊക്ലിയുടെ ഗ്യാങ്ങിന്റെ കൂടെ അവരുടെ താവളത്തിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ താമസിക്കുന്ന നേഴ്സായ ആശ തന്റെ കുട്ടിയും കൊണ്ട് വരുന്ന കണ്ടിട്ട് അനന്ത് പെട്ടെന്ന് ഓടി താഴേക്ക് ചെല്ലുന്നു. അവരെ രണ്ടുപേരെയും തന്റെ ബൈക്കിൽ കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഈ പയ്യന് അവളുമായിട്ട് എന്താ ചുറ്റിക്കളി എന്ന്. ഇപ്പോഴത്തെ പയ്യന്മാർക്ക് വയസ്സിന് മൂത്തവരോടാണല്ലോ താല്പര്യം എന്നാണ് അവർ പരസ്പരം സംസാരിക്കുന്നത്. പിറ്റേന്ന് രമയാകട്ടെ അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പാറക്കോറയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. പാറ പൊട്ടിക്കാൻ അവിടെ ജനങ്ങൾ സമ്മതിക്കുന്നില്ല, സമരം ഇരിക്കുകയാണ്. ആ പ്രശ്നം ഒതുക്കി തീർക്കാനും അനി കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ പിള്ളേരെ ഉൾപ്പെടെയുള്ള സംഘത്തെയായിരുന്നു. എന്നാൽ അനി ചെന്ന് അവിടെ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെങ്കിലും അവിടുത്തെ ജനങ്ങളെല്ലാം ഇറങ്ങി വന്ന് അനിയെ പോലും അടിക്കുന്ന വക്കിലെത്തി. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചെങ്കിലും ആ 4 പയ്യന്മാരും ചേർന്നിട്ട് ആ ജനങ്ങളെ എല്ലാം നേരിട്ടു. അവന്മാരുടെ അടിയിൽ നാട്ടുകാരിൽ പലർക്കും നല്ല പോലെ പരിക്ക് പറ്റി. സംഭവം കേസായി. തൽക്കാലം പിള്ളേരെയും കൂട്ടി ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന് രമ പറയുന്നുണ്ട്. അങ്ങനെ അനി ഈ പിള്ളേര് സെറ്റിനെയും കൂട്ടിയിട്ട് കാട്ടിലുള്ള അവരുടെ ഒളിത്താവളത്തിലേക്ക് പോകുന്നു. അന്ന് രാത്രി മുഴുവൻ അവരവിടെ ചെലവഴിച്ചു. എന്നാൽ പിറ്റേന്ന് രാവിലെ ഇവരിവിടെയുള്ള കാര്യം എങ്ങനെയോ മണത്തറിഞ്ഞ് പോലീസ് അവിടേക്ക് എത്തിയിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ സിഗ്നൽ കൊടുത്തതും അനി ഉൾപ്പെടെ എല്ലാവരും പല വഴിക്കോടി. പോലീസുകാർ പിറകെ തന്നെ ഉണ്ടായിരുന്നു. അനന്തുവും മനുവും മനാഫും സജിയെല്ലാം ചേർന്നിട്ട് പോലീസുകാരെ നേരിട്ടു. അനി അവിടെ നിന്ന് അവർ രക്ഷപ്പെടുത്തി. എന്നാൽ അവർ 4 പേരും പോലീസിന്റെ കയ്യിൽ പെട്ടു. അവര് പിടിയിലാകുന്ന കണ്ടിട്ട് അനി അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും അവര് പറയുന്നത്, ഞങ്ങളെ നോക്കണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടു കൊള്ളാനാണ്. സ്വയം പിടികൊടുത്ത പയ്യന്മാരെ തന്നെ രക്ഷിക്കുന്ന കണ്ടിട്ട് അനിക്ക് അവരോട് ശരിക്കും ഇഷ്ടം തോന്നാൻ തുടങ്ങി. ഈ ചെറുപ്രായത്തിൽ തന്നെ ഗുണ്ടാ സംഘങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നതിനും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനും പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ ഒരുപാട് അടിക്കുന്നു. ഇവരുടെ 4 വീട്ടിൽ നിന്നും രക്ഷകർത്താക്കൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാണ്. അവര് കരഞ്ഞു പറഞ്ഞിട്ടും തൽക്കാലം അവരെ ആരെയും വിട്ടയക്കാൻ പോലീസുകാരൻ തയ്യാറായില്ല. എന്നാൽ അനി പറയുന്നുണ്ട്, ആ അടി കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നാട്ടുകാർക്ക് കാശ് കൊടുത്തിട്ടായാലും എന്റെ പിള്ളേരെ എനിക്ക് പുറത്തിറക്കണമെന്ന്. അങ്ങനെ അനിയും രമയും ഇടപെട്ടിട്ട് അവരെ 4 പേരെയും അവിടെ നിന്നും പുറത്തിറക്കുന്നു. പിന്നീട് അങ്ങോട്ട് അനിയുടെ സംഘത്തിലെ മെയിൻ ആൾക്കാരായി മാറി ഈ 4 പേരും. ഇതിനിടെ അനിയുടെ അടുത്ത് മുരളി എന്ന് പറയുന്ന ഒരാൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അനിയുടെ ഒരു സുഹൃത്തായിരുന്നു ഇയാൾ. ഈ മുരളിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരാകട്ടെ കുറെ കള്ളപ്പണം ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ പണം സ്ഥലം മാറ്റി മാറ്റി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടികൾ വരും. മുരളി 2 തമിഴ് പയ്യന്മാരെ ഉപയോഗിച്ച് അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ നടന്നില്ല. നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ നീ ചെയ്യാനാണ് അനിയോട് അയാൾ പറയുന്നത്. സംഭവം നടന്നാൽ കോടികളാണ് കയ്യിൽ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ അനിയാകട്ടെ ഇക്കാര്യം സുനിയെ വിളിച്ചു പറയുന്നു. എന്നാൽ ഇത് ആരെ ഏൽപ്പിക്കുന്നതായിരുന്നു അവരുടെ പ്രശ്നം. ചൊക്ലിയെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. പക്ഷെ ചൊക്ലിയുടെ ഗാങ്ങിലെ ആ 4 പയ്യന്മാരെ ഇത് ഏൽപ്പിച്ചാലോ എന്ന് അനി ചോദിക്കുന്നു. ഇത്രയും വലിയ റിസ്ക് ഉള്ള പണി അവന്മാരെ ഏൽപ്പിക്കണോ എന്ന് സുനി ചോദിച്ചെങ്കിലും അനി പറയുന്നുണ്ട് അവന്മാരെ വിശ്വസിക്കാമെന്ന്. എന്തെങ്കിലും പ്രശ്നം വന്നാലും അവന്മാരെ നൈസായിട്ട് ഊരിക്കോളും. അങ്ങനെ അനന്തുവിനെയും സംഘത്തിനെയും അനി വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. തങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്നാണ് അവർ പറയുന്നത്. സംഭവം എന്തായാലും റിസ്ക് ഉള്ള കാര്യമല്ലേ. അങ്ങനെ അവർ ആലോചിക്കുമ്പോൾ തങ്ങൾക്കും ലൈഫിൽ സെറ്റിൽ ആകാൻ ഇതിനേക്കാൾ വലിയ ചാൻസ് കിട്ടില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. എന്തായാലും ഇതിന് നല്ലൊരു കമ്മീഷൻ അവർക്ക് കിട്ടാതിരിക്കില്ല. അങ്ങനെ എല്ലാവരും വീട്ടിൽ പറയുന്നത് തങ്ങൾ തമിഴ്നാട്ടില് പെയിന്റിംഗ് ജോലിക്ക് പോകുന്നു എന്നാണ്. എന്നിട്ട് അനിയെ കണ്ടിട്ട് ഞങ്ങൾ ഈ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അവർ പറയുന്നു. പക്ഷെ ഇതിന് ആദ്യം ശ്രമിച്ചിട്ട് പാളിപ്പോയ തമിഴ്നാട്ടിലെ പയ്യന്മാർ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയണം. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവന്മാർക്ക് എവിടെയാണ് പാളിപ്പോയതെന്ന് അറിയണ്ടേ. അതും കൂടി അറിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് നല്ലതെന്ന് അനന്തുവിനും സംഘത്തിനും തോന്നുന്നു. നിങ്ങൾ പോകാൻ റെഡിയായിക്കോ, ആ വിവരങ്ങളെല്ലാം ഞാൻ തരാമെന്നാണ് അനി പറയുന്നത്. എന്നിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള കാശും ഒരു ഫോണും അവരുടെ കയ്യിൽ കൊടുക്കുന്നു. ഇവർ
ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കണമെന്നും പറയുന്നുണ്ട്. ഒരു കാരണവശാലും ചൊക്ലിയോട് ഇതിനെപ്പറ്റി പറയാനും പാടില്ല. ഇവന്മാര് ചൊക്ലിയോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് അനി വിളിച്ചിട്ട് ചൊക്ലിയോട് സംസാരിക്കുന്നു. ചൊക്ലിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അവന്മാർ എവിടെ പോയതാണെന്ന് ചൊക്ലിക്കും അറിയില്ല എന്ന്. അപ്പോഴാണ് ശരിക്കും അനിക്ക് സമാധാനമായത്. പയ്യന്മാരെ എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാം. അങ്ങനെ അവർ 4 പേരും തമിഴ്നാട്ടിലെത്തി. നേരത്തെ ഈ മോഷണം നടത്തി പാളിപ്പോയ പയ്യന്മാരുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു പോകുന്നുണ്ട്. അവരുടെ പേര് മലർവേന്ദൻ സിട്ടറസ് എന്നായിരുന്നു. അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അവരാദ്യം മോഷ്ടിക്കാൻ പോയ സമയത്ത് ആ കാശ് അവിടെ നിന്നും നേരത്തെ മാറ്റിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റുന്ന കാരണമാണ് ഇവർക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാതിരുന്നത്. മാത്രമല്ല 2 പേരെ കൊണ്ട് സാധിക്കില്ല, കുറച്ച് ആൾബലം കൂടി വേണമായിരുന്നു. എന്നാൽ ഇത്തവണ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അത് മോഷ്ടിച്ചാലോ എന്ന് അനന്ത് ചോദിക്കുമ്പോൾ അവരും അതിന് തയ്യാറായി. പക്ഷെ ആരും പരസ്പരം ചതിക്കാൻ പാടില്ല. ആ ഒരു കണ്ടീഷനിലായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പണം ഇപ്പോൾ എവിടെയിരിക്കുന്നുള്ള ഡീറ്റെയിൽസ് അനി ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ സ്ഥലം ഇവരിപ്പോൾ നിൽക്കുന്നതിൽ നിന്നും 60 കിലോമീറ്റർ അപ്പുറത്താണ്. വഴിയിലെല്ലാം തന്നെ CCTV ഉണ്ട്. എന്നാൽ CCTV ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കുറുക്ക് വഴി ഉണ്ടായിരുന്നു. കുറച്ച് റിസ്ക് ആണെങ്കിലും ആ വഴി തന്നെ പോകാമെന്നായിരുന്നു അവരുടെ പ്ലാനിങ്. പണം എടുത്തുകൊണ്ട് വരാനുള്ള ബാഗുകളും അവർ വാങ്ങിക്കൊണ്ടുവരുന്നു. 1 കോടിയോളം വരുമെന്നായിരുന്നു അവരുടെ ഒരു കണക്കുകൂട്ടല്. അതുകൊണ്ട് തന്നെ തൽക്കാലം അത്രയും ബാഗ് മതിയെന്ന് തീരുമാനിച്ചിട്ട് അവരതുമായിട്ട് തങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം ആ പണം മോഷ്ടിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. പണം ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ എല്ലാം തന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്ത ശേഷം അവർ ഉള്ളിലേക്ക് കടക്കുന്നു. എന്നാൽ ആ കോമ്പൗണ്ട് നിറയെ നായ്ക്കളായിരുന്നു. ഒരു വിധത്തിൽ ആ നായ്ക്കളെ എല്ലാം നേരിട്ട ശേഷം അവർ അകത്തേക്ക് കടന്നപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി വൃദ്ധനായതുകൊണ്ട് തൽക്കാലം അയാളെ ഉപദ്രവിക്കാതെ അവിടെ കെട്ടിയിടുന്നു. ആ പാവത്തിന് അറിയില്ലായിരുന്നു അവിടെ ഇത്രയും വലിയൊരു എമൗണ്ട് ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ അവർ ആ പഴയ ഗോഡൌൺ മുഴുവൻ അരിച്ചു പറക്കി. ഒടുവിൽ അവസാനം ആ പണം ഇരിക്കുന്ന പെട്ടികൾ കണ്ടെത്തി. എന്നാൽ അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പണമുണ്ടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവരുടെ ബാഗിൽ മാക്സിമം നിറച്ചിട്ടും പണം ബാക്കി ഇരിക്കുകയായിരുന്നു. അവസാനം ആ സെക്യൂരിറ്റി റൂമിൽ പോയി അയാളുടെ പുതപ്പെടുത്തുകൊണ്ടുവന്ന് അതിലും കുറെ പണം വാരി നിറച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്നും പോകുന്നത്. ആരുടെയും കണ്ണിൽപ്പെടാതെ അവർ കറക്റ്റായിട്ട് അവരുടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തെത്തുകയും അതിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. പണം കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവരെ ഫോളോ ചെയ്ത് ആ പണത്തിന്റെ ഉടമകളുടെ ഗുണ്ടകൾ വരാൻ തുടങ്ങി. പല രീതിയിലും അവരെ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി വലിയൊരു ചേസിംഗ് ആണ് അവിടെ നടക്കുന്നത്. എങ്ങനെയൊക്കെയോ അവരുടെ കണ്ണു വെട്ടിച്ച ഒരു കാട്ടുവഴിയിലൂടെ അവർ വണ്ടി വിടുന്നു. ഒടുവിൽ ഒരിടത്ത് ഇവരുടെ വണ്ടി പോയി സ്റ്റക്കായി. അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നും അറിയില്ല, വഴിയോ അവിടെ എൻഡ് ആയിരിക്കുന്നു. ആ ഗുണ്ടകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടുകയും ചെയ്യും. രാവിലെ വരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അവർ അനിയെ വിളിച്ച് കാര്യം പറയുന്നു. നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി, ലൊക്കേഷൻ ഷെയർ ചെയ്യ്, ഞാൻ ആളെ വിട്ടോളാമെന്ന് പറഞ്ഞിട്ട് അനി പെട്ടെന്ന് തന്നെ തന്റെ കൂട്ടുകാരെ എല്ലാം വിളിക്കുകയാണ്. അതേസമയം പണം നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞിട്ട് അതിന്റെ ഉടമകള് ആ സെക്യൂരിറ്റിയെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അയാളെ സംബന്ധിച്ച പണം അവിടെ ഉണ്ടെന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. അകത്തു നിന്ന് ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഈ പണം എടുക്കാൻ ആൾക്കാർ വന്നതെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം കേട്ട് പേടിച്ച് മുരളിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം താനാണ് ഇൻഫർമേഷൻ കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ വച്ചേക്കില്ല എന്ന് അയാൾക്കറിയാം. നേരം വെളുത്തപ്പോഴത്തേക്കും അനന്തവും സംഘം അയച്ച ലൊക്കേഷനിലേക്ക് അനി സംഘം എത്തിയിരുന്നു. ഇവിടെ വെച്ച് തന്നെ തങ്ങളുടെ കമ്മീഷൻ തരണമെന്ന് അവർ നിർബന്ധിച്ചപ്പോൾ അനി പറയുന്നുണ്ട് ഇത് എത്രത്തോളം പണം ഉണ്ടെന്ന് നമുക്കറിയില്ല, ഇത് രമചേച്ചിയുടെ ഡീലാണ്, ചേച്ചിയുടെ കൊടുത്തിട്ട് ഈ കംപ്ലീറ്റ് പണവും എണ്ണി നോക്കിയിട്ടാണ് അതിൽ നിന്നും നിനക്കും എനിക്കുള്ള കമ്മീഷനൊക്കെ തീരുമാനിക്കുന്നത്. എന്നാൽ മലറിനും സിട്രൂനും കാശ് കൊടുക്കണമെന്ന് അനന്ത് പറയുമ്പോൾ അവന്മാരുടെ കാശ് നമുക്ക് എത്തിച്ചു കൊടുക്കാമെന്നാണ് അനി പറയുന്നത്. ഒടുവിൽ അങ്ങനെ എല്ലാം പറഞ്ഞുറപ്പിച്ച് അവരെയും കൂട്ടി ഇവർ നാട്ടിലേക്ക് പോകുന്നു. മലറിനോട് സിട്രൂനോടും പറയുന്നുണ്ട് നിങ്ങളുടെ കാശ് ഞങ്ങൾ എന്തായാലും എത്തിച്ചിരിക്കുമെന്ന്. 1-2 ദിവസം മലറിന്റെയും സിട്രൂന്റെയും കൂടെ നിന്നിട്ടാണ് അനന്തവും സംഘവും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതിനിടെ അവിടെ നാട്ടിൽ വെച്ച് കണ്ട ഒരു ഫ്ലെക്സ് കണ്ടിട്ട് അവര് പറയുന്നുണ്ട് ഇതുപോലെ ഉത്സവത്തിന് നമ്മുടെയും ഫ്ലെക്സ് അടിക്കണമെന്ന്. നമ്മൾ 6 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അനന്തവും സംഘവും തിരിച്ച് വീട്ടിലെത്തി. കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശാകട്ടെ സജി തന്റെ അമ്മയുടെ കയ്യിലും കൊടുക്കുന്നു. അവർക്ക് ഒരുപാട് സന്തോഷമായി. മകനെന്തോ ജോലിക്ക് പോയതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അനി വിളിപ്പിച്ച പ്രകാരം അവരെല്ലാവരും അനിയുടെ താവളത്തിലേക്ക് എത്തുമ്പോഴാകട്ടെ അവിടെ രമയും ഉണ്ടായിരുന്നു. അവരുടെ കമ്മീഷൻ കൊടുക്കാനാണ് വിളിപ്പിച്ചത്. അവർക്ക് എല്ലാവർക്കും കൂടി ചേർത്തിട്ട് 10 ലക്ഷമായിരുന്നു ഇവർ കൊടുക്കുന്നത്. എന്നാൽ ഇത് കേട്ടതും അനന്തവും സംഘവും പറയുന്നുണ്ട് അത് കിട്ടിയാ പോരാ എന്ന്. നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടായിരുന്നു അത്. അതുമല്ല ഒരുപാട് റിസ്ക് എടുത്ത് ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്തായാലും അത് 20 കോടിക്ക് മുകളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 50 ലക്ഷം വെച്ചിട്ട് 6 പേർക്കും ചേർത്തിട്ട് 3 കോടി ഞങ്ങൾക്ക് വേണം. രമ അത് സമ്മതിക്കുന്നില്ല. അതിന്റെ പേരിൽ അവിടെ ചെറിയ വഴക്കുണ്ടാകുന്നു. രമയുടെ മകനും സംഘവും ചേർന്നിട്ട് അനന്തൂനെയും സംഘത്തിനെ ഒരുപാട് തല്ലി ചതയ്ക്കുന്നുണ്ട്. ഒടുവിൽ അനി ഇടപെട്ടാണ് അവരെ എല്ലാം പിടിച്ചു മാറ്റുന്നത്. അനന്തൂനും സംഘത്തിനും ഒരുപാട് പരിക്കുകൾ പറ്റിയിരുന്നു. എങ്ങനെയെങ്കിലും രമയുടെ മകനോട് പകരം വീട്ടണമെന്നായി അവരുടെ മനസ്സിൽ. അങ്ങനെ അവസരം നോക്കിയിരുന്ന് അവന് ടെട്ടിന്റെ പണി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ വലത്തെ കൈയും ഇടത്തെ കാലും അവർ അടിച്ചു ചതയ്ക്കുന്നു. മര്യാദയ്ക്ക് നടക്കാൻ ബാലൻസ് പോലും അവന് കിട്ടാത്ത അവസ്ഥയിലാക്കി. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രമ അനിയോട് പറയുന്നുണ്ട് അവന്മാര് നല്ല പണി എന്റെ മകന് കൊടുത്തതെന്ന്. ഉള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻ സക്സസ് ആയില്ലെങ്കിൽ അവന്റെ കൈവരെ മുറിച്ച് മാറ്റേണ്ടി വരും. ഇനി അവന്മാരോട് പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, അവന്മാർ ആവശ്യപ്പെട്ട തുകയങ്ങ് കൊടുത്തേരെ, ആവശ്യമില്ലാതെ വഴക്കും പ്രശ്നവും ഒന്നും വേണ്ട. അങ്ങനെ വൈകുന്നേരം അനിയും സംഘവും അവരെ വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന്. നിങ്ങൾ ആവശ്യപ്പെട്ട തുക തന്നിരിക്കും, നാളെ വന്ന് വാങ്ങിച്ചാൽ മതി. ഞങ്ങളൊരു പ്രശ്നത്തിനും ഇനി ഇല്ല എന്നും കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആകത്തേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്.
അങ്ങനെ പിറ്റേന്ന് രാവിലെ കാശ് വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ട് സജിയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു മനുവും മനാഫും. എന്നാൽ സജിയും അമ്മയും ആ സമയം മാർക്കറ്റിലായിരുന്നു. ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാമെന്ന് സജി പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ മനുവും മനാഫും ആ വൺ വേ വഴി വണ്ടി തിരിക്കുന്നു. എടാ ഇത് വൺ വേ ഇതുവഴി വണ്ടി ഓടിക്കണ്ടെന്ന് മനു പറഞ്ഞെങ്കിലും മനാഫ് പറയുന്നുണ്ട് അതൊന്നും സാരമില്ലാന്ന്. എന്നാൽ പോകുന്ന വഴി ഇവരുടെ വണ്ടി ആക്സിഡന്റ് ആവുകയും രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിക്കുകയുമാണ്. സംഭവം ശരിക്കും അനന്തവും സജി ആകെ തളർന്നിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള 2 പേര് പോയിരിക്കുന്നു. അനിയും സംഘവും വന്നിട്ട് അവരെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. എന്നാൽ രമ വന്ന് അനിയോട് സംസാരിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇനി ഇവന്മാര് നമ്മളോട് പക തീർക്കാൻ വരുമോ എന്ന്. എന്നാൽ അനി പറയുന്നുണ്ട് അതൊന്നുമില്ല, അവന്മാർക്കറിയാം അതൊരു ആക്സിഡന്റ് മാത്രമാണെന്ന്. ബോഡി എടുക്കുന്ന സമയത്ത് സിട്രും മലരും വന്നിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ കൂട്ടുകാരെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരുന്നു അവരെല്ലാവരും തന്നെ. കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് കൊണ്ടുതരാമെന്ന് അനന്ത് പറഞ്ഞെങ്കിലും കാശിന് വേണ്ടിയല്ല ഞങ്ങൾ വന്നതെന്നാണ് സിട്രും മലരും പറയുന്നത്. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. സജിയും അനന്തവും ആകെ സങ്കടത്തിലായിരുന്നു. ഒടുവിൽ എന്തായാലും അനിയന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിക്കാൻ അവർ പോകുന്നുണ്ട്. 6 പേർക്കും വേണ്ടിയിട്ടുള്ള ഷെയർ അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മരിച്ചുപോയവരുടെ വീട്ടിലും കൊടുക്കണമെന്ന് അനി പറയുന്നുണ്ട്. ഇതും കൊണ്ട് ഇനി ആദ്യം നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യം തമിഴ്നാട്ടിലേക്കാ പോകുന്നതെന്ന്. അവിടെ 2 പേർ കാശ് കൊടുക്കാനുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ബാക്കി വീട്ടിൽ കൊടുക്കണം. അങ്ങനെ അവർ 2 പേരും ആ കാശുമായിട്ട് നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കായിരുന്നു. എന്നാൽ പോകുന്ന വഴി അവരുടെ കാറിനെ കുറെ ഗുണ്ടകളുടെ കാറ് വന്ന് ആക്രമിക്കുന്നു. അവരെ 2 പേരും കൊല്ലാനുള്ള ശ്രമമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ 2 പേരും പല വഴിക്ക് ഓടി. എന്നാൽ സജിയെ അവർ കൈയോടെ പിടികൂടുകയും അവനെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. അനന്തു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അവന് മനസ്സിലാക്കാൻ തുടങ്ങി തന്റെ കൂട്ടുകാരെയും ഇതുപോലെ ആരോ മനഃപൂർവ്വം കൊന്നതാണെന്ന്. കാരണം കാറിലിരുന്ന് സജി അവനോട് പറഞ്ഞിരുന്നു സിട്രിന്റെയും മലറിന്റെയും കാശ് കൊടുത്ത ശേഷം നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ചൊക്ലി എണ്ണും കുറച്ച് കാശ് കൊടുക്കണമെന്ന്. ഈ കാശിന്റെ കാര്യമൊന്നും ഇതുവരെയും ചൊക്ലിക്ക് അറിയില്ല. അപ്പൊ പിന്നെ അവൻ എന്തുകൊണ്ടാ ചൊക്ലിക്ക് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞതെന്നുള്ള കാര്യം അവൻ ആലോചിക്കുന്നു. അവൻ തൽക്കാലം ഒളിച്ചു നടക്കുകയായിരുന്നു. സജിയുടെ വീട്ടിലും എല്ലാവരും കൂട്ടക്കരച്ചിലാണ്. കൂട്ടുകാരെ എല്ലാം കൊണ്ട് ഈ കൊലയ്ക്ക് കൊടുത്തത് അനന്തുവാണെന്ന് പലരും പറയാൻ തുടങ്ങി. ഒരുപാട് വിഷമത്തോടെ അവൻ എത്തുന്നത് ആശയുടെ വീട്ടിലേക്കായിരുന്നു. ശരിക്കും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച പോലെ ആശയും അവനും തമ്മിൽ തെറ്റായ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അവന്റെ അച്ഛൻ തന്നെയായിരുന്നു ആശയുടെ അച്ഛൻ. അയാൾക്ക് മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായിരുന്ന മകളായിരുന്നു ആശ. അവന് സ്വന്തം ചേച്ചിയെ പോലെ തന്നെയായിരുന്നു അവർ. തന്റെ കൂട്ടുകാരെ കൊന്നവരോട് എങ്ങനെയും പകരം വീട്ടണമെന്നൊരു കാര്യം മാത്രമേ അനന്തുവിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവൻ നേരെ ചെന്ന് ചൊക്ലിയെ കാണുന്നു. അയാളിൽ നിന്നും പല സത്യങ്ങളും അവൻ മനസ്സിലാക്കി. ഇതിനെല്ലാം പിന്നില് രമയും അനിയുമാണ്. അവർ 2 പേരും ചേർന്നിട്ടാണ് ആ കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനും നിങ്ങളുടെ കൂട്ടുകാരെ കൊല്ലാനും പ്ലാനിട്ടത്. മനുവിന്റെയും മനാഫിന്റെ ഇതും നോർമൽ ആക്സിഡന്റ് അല്ലായിരുന്നു, അത് കൊലപാതകം തന്നെയായിരുന്നു. നിങ്ങളെന്ന കാശുമായിട്ട് മധുരയ്ക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയ അയാൾ തന്നെയാണ് നിങ്ങളുടെ പിറകെ ഗുണ്ടകളെ വിട്ടത്. ഇതെല്ലാം അറിഞ്ഞ അനന്തു ആകട്ടെ നേരെ പോകുന്നത് അനിയെ കൊല്ലാനാണ്. അവർ തമ്മിൽ അവിടെ വെച്ച് വലിയ ഫൈറ്റ് നടക്കുകയാണ്. ഒടുവിൽ അവൻ അനിയെ കുത്തിക്കൊല്ലുക തന്നെ ചെയ്യുന്നു. അവിടേക്ക് വന്ന സുനിയുടെ കൈയും അനന്ത് വെട്ടുന്നു. ഇനി അവന്റെ ലക്ഷ്യം രമയായിരുന്നു. എന്നാൽ അനിയുടെയും സുനിയുടെ അവസ്ഥ മനസ്സിലാക്കിയ രമയാകട്ടെ അവിടെ നിന്നും തൽക്കാലം മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണ്. രമ ബാംഗ്ലൂരേക്ക് പോയി. അവിടേക്ക് അവരെ കൊല്ലാൻ പോകുന്നതിന് മുൻപ് തന്നെ അവൻ മലറിനെയും സിട്രനെയും കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുന്നു. ഞങ്ങളും നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും അനന്ത് ഒന്നിനും സമ്മതിക്കുന്നില്ല. ഞാൻ ബാംഗ്ലൂരിൽ പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്നും ഇറങ്ങുന്നത്. അതേസമയം കള്ളപ്പണത്തിന്റെ ഉടമകളാകട്ടെ അവരെ ഒറ്റിക്കൊടുത്തത് മുരളിയാണെന്ന് മനസ്സിലാക്കി അയാളെ കൊല്ലുകയും അയാളിലൂടെ തന്നെ രമയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. നമുക്ക് തമ്മിലൊരു ധാരണയിലെത്തി ഇതൊക്കെ പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാംഗ്ലൂരേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ അനന്തുവിനെയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അനന്തു രമയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അവർ ജിമ്മിൽ നിന്നും ഇറങ്ങുന്നതും കാത്ത് അനന്തു അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ കൊല്ലാനായിരുന്നു അവന്റെ പ്ലാൻ. അങ്ങനെ അവർ പുറത്തേക്ക് വന്നതും അവൻ അവരെ കൊല്ലാൻ ഓടിച്ചെന്നതും അതുവഴി വന്ന ഒരു വണ്ടി അവനെ ഇടിച്ചിട്ടുകൊണ്ട് കടന്നു പോകുന്നു. ശരിക്കും ആ വണ്ടിയിലുണ്ടായിരുന്നത് ചൊക്ലിയും സംഘവുമായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ടാണ് അതിലിരുന്നത് തന്നെ. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ ചൊക്ലി നേരത്തെ തന്നെ അവനോട് പറഞ്ഞതാണ്. എന്നാൽ രമയുടെ പിറകെ വീണ്ടും വന്നതുകൊണ്ടാണ് അവർ നേരത്തെ കൊടുത്ത കൊട്ടേഷൻ കാരണം ചൊക്ലിക്ക് ഇപ്പോൾ അനന്തുവിനെ ആക്രമിക്കേണ്ടതായി വന്നത്. ഇടികൊണ്ട് റോഡിൽ കിടന്ന അവന്റെ തലയിൽ നിന്നും ഒരുപാട് രക്തം പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ ചേർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അവൻ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും തന്നെ അറിയില്ല. പക്ഷെ ആ സമയം അവിടേക്ക് ഓടി വരുന്ന അവന്റെ ആ തമിഴ് കൂട്ടുകാരായ സിട്രുവിനെയും മലറിനെയും കാണിക്കുന്നു. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവന്റെ പിറകെ അവരും അവിടേക്ക് എത്തിയിരുന്നു. പിന്നീട് കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അതേ സീനാണ്. രമയെ കത്തിക്കൊണ്ട് കുത്തുന്നത് വേറെ ആരുമായിരുന്നില്ല, സിട്രുവും മലരും ചേർന്നിട്ടായിരുന്നു. തങ്ങളുടെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടതിന് അവര് പകരം വീട്ടിയിരിക്കുന്നു. ഒരിക്കലും അവർ ആഗ്രഹിച്ച പോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ഫോട്ടോ പതിപ്പിച്ച ഫ്ലെക്സും തങ്ങളുടെ നാട്ടിൽ അവർ സ്ഥാപിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.